റസൂലുള്ള പറയുകയാണ്, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം സലാസത്തുൽ ലാ യദ്ഖുലൂനൽ ജന്ന, മൂന്നാളുകൾ സ്വർഗ്ഗത്തിൽ കടക്കുകയില്ല. ഒന്ന് അൽ ആഖുലി വാലിദൈ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവരാണ്. രണ്ടാമത് പറയുന്നത് വദ്ദയൂസ് വഹുവ റജുലുൽ ലദീ യുഖിറുൽ ഖുബ്ത ഫീ അഹ്ലിഹി, സ്വന്തം ഭാര്യയെ മറ്റുള്ളവർക്ക് പണയം വെക്കുക, സ്വന്തം ഭാര്യയെ വാടകയ്ക്ക് മറ്റൊരുത്തിന് വേണ്ടി കൊടുക്കുക. എടോ ധിക്കാരി, എന്റെ ചെറുപ്പക്കാരെ, സ്വന്തം ഭാര്യയെ വാടകയ്ക്ക് വേണ്ടി കൊടുക്കുന്നത്, വാടകയ്ക്ക് കൊടുത്തിട്ട് ചാരിത്രശുദ്ധി നഷ്ടപ്പെടുത്തുന്നവൻ. മൂന്നാമതായി പറയുന്നത് വറജുലതു, ആൺവേഷം കെട്ടുന്ന പെണ്ണാൺ, പെൺവേഷം കെട്ടുന്ന ആണുമാൺ. പെൺകുട്ടികളെ പോലെ മുടിവളർത്തി നടക്കുന്നവർ, പെൺകുട്ടിയെ പോലെ കണ്ടാലൊരു അഭിമാനമാണ്, ഒരു പവറുള്ളതാണെന്ന് തോന്നിയിട്ട് ഓ മുസ്ലിം സമുദായമേ, വലിയ മുടിവളർത്തി പെണ്ണുങ്ങളെ പോലെ മുടിവളർത്തിക്കൊണ്ട് ആണ് പെണ്ണ തിരിയാത്ത രൂപത്തിൽ മീശ പഠിച്ച് എല്ലാം പഠിച്ചുകൊണ്ട് അവിടുന്ന് മുടിവളർത്തി നടക്കുന്ന എന്റെ അനുജാ, ദീനിന്റെ മക്കളെ, കാരുണ്യത്തിന്റെ മുത്ത് പറയുന്നു ലാ തതമന്നൗ. അവിടുന്ന് ഖുർആനിൽ പടച്ച റബ്ബ് പഠിപ്പിച്ചത് റസൂലുള്ള വിവരിക്കുകയാണ്. ലാ തതമന്നൗ വലാ തതമന്നൗ മാ ഫല്ലല്ലാഹു ബിഹി ബഅലകും അലാ ബഅലിൻ. നിങ്ങൾ കൊതിക്കരുത് കേട്ടോ, അല്ലാഹു ചില ആളുകളെ മറ്റു ചിലരേക്കാൾ വ്യത്യാസമാക്കിയിട്ടുണ്ട്, അവിടുന്ന് ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട്. പുരുഷന് പുരുഷന്റേതായ രൂപം, പുരുഷന് പുരുഷന്റേതായ ജീവിതം, പുരുഷന് പുരുഷന്റേതായ രീതി അല്ലാഹു കൊടുത്തിട്ടുണ്ട്. മുസ്ലിം സമുദായമേ, പുരുഷന്മാര് പെണ്ണിനെ പോലെയാവാൻ കൊതിക്കരുത്, സ്ത്രീകളോ ആണിനെ പോലെയാവാൻ കൊതിക്കരുത്. ഒരു പെണ്ണ് പാന്റ് ധരിച്ചുകൊണ്ട് കണ്ടാൽ അവളുടെ മുടിയെല്ലാം വെട്ടിയിട്ട് മൊട്ടയടിച്ചിട്ട് അല്ലെങ്കിൽ മൊട്ടയെ പോലെ നടക്കുന്ന പെൺകുട്ടികൾ, പുരുഷനെ പോലെ നടക്കുന്ന പെണ്ണ്, പെണ്ണിനെ പോലെ നടക്കുന്ന പുരുഷൻ, ആ രണ്ട് കക്ഷികളും സ്വർഗത്തിന്റെ കവാടം കാണുകയില്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല നമ്മുടെ സഹോദരങ്ങളിൽ ഒരുപാട് പരിചയമുള്ള കൂട്ടുകാർ, അവർക്കൊക്കെ പടച്ച റബ്ബ് ബറക്കത്ത് കൊടുക്കുമാറാവട്ടെ.